കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കേറി വരികയാ. ഒരു ചെറിയ പെൺകുട്ടി കേറി വരികയാണ്. വാപ്പാന്റെ അടുക്കലേക്ക് കടന്നു വന്നു. തന്റെ പൊന്നാര മകൾ അടുത്തു വന്നപ്പോ ആ പിതാവ് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ പിടിച്ച തറയിലിരുത്തുകയാണ്. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു. പെങ്ങളെ മക്കളെ മാനസികമായി തകർക്കുന്ന മാതാപിതാക്കളുണ്ട്. വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞാ പോരാ, അവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് പറഞ്ഞാ പോരാ. പ്രിയപ്പെട്ടവരെ, വാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നീ നിന്റെ കാക്കാനെ കണ്ടുപഠിക്കടാ, നീ നിന്റെ ജ്യേഷ്ഠനെ കണ്ടുപഠിക്കടാ. അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ഒരു സ്ഥാനത്താണ്. നീ ഇങ്ങനെയായി പോയല്ലോ. നീ അനുജനെ കണ്ടു പഠിക്ക്, നീ അവളെ കണ്ടു പഠിക്ക്, അയൽവാസികളുടെ മകളെ കണ്ടു പഠിക്ക്. ഇങ്ങനെ മക്കളോട് പറയുന്ന മാതാപിതാക്കള്, അതിലൂടെ നിന്റെ മക്കള് രക്ഷപ്പെടുകയല്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വാശി കടന്നു വരികയാണ്, ദേഷ്യം കടന്നു വരികയാണ്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പറയരുത്. ആനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പിതാവിരിക്കുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ ഒരു പിതാവിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആൺകുട്ടി ഓടി വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്ന സ്വഹാബിയുടെ അടുക്കലേക്ക് ഒരു ചെറിയ ആൺകുട്ടി ഓടി വരികയാണ്. പടച്ചവനേ, ഉപ്പാന്റെ ചാരത്ത് വന്നപ്പോ പിതാവ് അവിടെ നിന്ന് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പൊന്നുമോനാണ് നബിയേ, എന്റെ പൊന്നുമോനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. പടച്ചവനെ, ആ പൊന്നുമകൻ ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കേറി വരികയാ. ഒരു ചെറിയ പെൺകുട്ടി കേറി വരികയാണ്. വാപ്പാന്റെ അടുക്കലേക്ക് കടന്നു വന്നു. തന്റെ പൊന്നാര മകൾ അടുത്തു വന്നപ്പോ ആ പിതാവ് നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ പിടിച്ച തറയിലിരുത്തുകയാണ്. ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുമന്നു. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം അവിടെ നിന്ന് ചുമക്കുകയാ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ നീതി കാണിച്ചില്ല, നിങ്ങൾ നീതി കാണിച്ചില്ല. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, ഞാൻ നീതി കാണിച്ചില്ലെന്ന് പറയുന്നല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ആൺകുട്ടി കടന്നു വന്നപ്പോ അവന് നിങ്ങൾ ചുംബനം കൊടുത്തു, അവന് നിങ്ങൾ മടിയിലിരുത്തി. രണ്ടാമത് പെൺകുട്ടി കടന്നു വന്നപ്പോ അതിന് നിങ്ങൾ ചുംബനം കൊടുത്തു, അതിനെ മടിയിലിരുത്തിയില്ല, താഴെ ഇരുത്തി. അത് ശരിയായില്ല, അത് നീതിയല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഓരോരുത്തരും സ്വന്തം ജീവിതമെന്ന് തെരഞ്ഞു നോക്ക്. തന്റെ ഒരു കുട്ടിയെ മടിയിലിരുത്തി, ഒരു കുട്ടിയെ താഴെ ഇരുത്തി, അത് ശരിയായില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. സ്വത്തെഴുതി കൊടുക്കുന്നവരുണ്ട്, സ്വർണം ഊരി കൊടുക്കുന്നവരുണ്ട്, കുടുംബ വീട് എഴുതി കൊടുക്കുന്നവരുണ്ട്. മക്കളിൽ ഒരാൾക്ക് എല്ലാം എഴുതി കൊടുക്കുന്നു, മറ്റുള്ളവനെ ഉപദേശിക്കുന്നു. ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. അത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ കടന്നു വരികയാണ്. ബശീർ എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. സ്വന്തം മക്കളിൽ ഒരാൾക്ക് വസ്തു എഴുതി കൊടുക്കുന്ന ഉമ്മമാര്, സ്വതാ 4 മക്കളുണ്ടെങ്കിൽ ഒരുത്തിക്ക് മാത്രം കൂടുതൽ കൊടുക്കുന്ന ഉമ്മ.
കുടുംബ വീട് എഴുതി കൊടുക്കുന്ന വാപ്പാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നുഅ്മാൻ എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവൻ ഇൽമു പഠിക്കുന്നവനാണ്, എപ്പോഴും നബി തങ്ങളെ അങ്ങയുടെ മജ്ലിസുകളിൽ കടന്നു വരുന്നവനാണ്, അവന് ദീനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്, അവൻ ദീനുമായി സമയം ചെലവഴിക്കുന്നവനാണ്, അവൻ മറ്റുള്ള കാര്യങ്ങൾ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അവന് ബന്ധപ്പെടാറില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ സ്ഥലം എന്റെ മകന് ഞാൻ എഴുതി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു നബിയേ. ബഷീർ എന്ന് പറയുന്ന പിതാവ് പറയുകയാണ്, എന്റെ മക്കളിൽ നുഅ്മാനിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അവൻ ഇൽമു പഠിക്കുന്നവനാണ്, ഇൽമുമായി ബന്ധപ്പെടുന്നവനാണ്, ദുനിയാവും ബിസിനസ്സും ഒന്നുമില്ലാത്തവനാണ്. അതുകൊണ്ട് ഞാൻ അല്പം സ്ഥലം കൂടുതൽ അവന് കൊടുക്കാം, എന്റെ വസ്തു ഞാൻ അവൻ എഴുതി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നുഅ്മാൻ ഇബ്നു ബസീർ, നീ രോഗിയാകുമ്പോ നുഅ്മാൻ മാത്രം വന്നാ മതിയോ? നീ മരിച്ചാ നുഅ്മാൻ മാത്രം വന്നാ മതിയോ? നിന്റെ മയ്യത്ത് കൊളുപ്പിക്കാൻ നുഅ്മാൻ മാത്രം വന്നാ മതിയോ? പടച്ചവനെ, നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയാകില്ല, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും തുല്യമായിട്ട് നീതി പാലിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകൻ വന്നിട്ടൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, കൂടപ്പറപ്പിനോട് പറയരുത്, കാരണം അതറിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്കിടയിൽ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയണ്ട എന്ന് പറയുകയാ. അത്രത്തോളം ഒരു പിതാവ് പടച്ചവനെ അവിടെ നിന്ന് സൂക്ഷ്മത പുലർത്തുകയാണ്. പെങ്ങളെ, മക്കളെ മാനസികമായി തകർക്കുന്ന മാതാപിതാക്കളുണ്ട്. വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞാ പോരാ, അവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് പറഞ്ഞാ പോരാ. പ്രിയപ്പെട്ടവരെ, വാപ്പ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നീ നിന്റെ കാക്കാനെ കണ്ടുപഠിക്കടാ, നീ നിന്റെ ജ്യേഷ്ഠനെ കണ്ടുപഠിക്കടാ, അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ഒരു സ്ഥാനത്താണ്. നീ ഇങ്ങനെയായി പോയല്ലോ, നീ അനുജനെ കണ്ടുപഠിക്ക്, നീ അവളെ കണ്ടുപഠിക്ക്, അയൽവാസികളുടെ മകളെ കണ്ടുപഠിക്ക്. ഇങ്ങനെ മക്കളോട് പറയുന്ന മാതാപിതാക്കള്, അതിലൂടെ നിന്റെ മക്കള് രക്ഷപ്പെടുകയല്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വാശി കടന്നു വരികയാണ്, ദേഷ്യം കടന്നു വരികയാണ്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പറയരുത്. മാതാപിതാക്കൾ പറയും, വാപ്പ പറയും, നിന്റെ ജ്യേഷ്ഠനെ കണ്ടോടാ, അവൻ നല്ല പഠിച്ചു, നല്ല ജോലിയായി, നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല കുടുംബമായി, നീ ഇങ്ങനെ നടക്കുന്നല്ലോടാ, നിന്റെ അനിയനെ നോക്ക്, നിന്റെ അനിയനെ നോക്ക്, നിന്റെ അയൽവാസിയെ നോക്ക്. മാനസികമായിട്ട് ആ കുട്ടികളെ തകർക്കുകയാ. ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള നേട്ടം ശത്രുതയുണ്ടാകും മക്കൾക്കിടയിൽ. മക്കൾക്കിടയിൽ ശത്രുതയുണ്ടാകും. യാക്കൂബ് നബി തന്റെ മകൻ കണ്ട സ്വപ്നം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ശനിക്ക് സുജൂദ് ചെയ്യുന്നു എന്ന് തന്റെ കൂടപ്പിറപ്പിനോട് പറഞ്ഞാൽ അവർക്കിടയിൽ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയരുത്, മറച്ചു വെച്ചു. അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. എന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മൾ പറയും, അവനെ കണ്ടുപഠിക്കുക, ഇവനെ കണ്ടുപഠിക്കുക, അവളെ നോക്ക്, അങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. ഇങ്ങനെയല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മക്കളെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും നല്ലവനെ നന്നാക്കുമ്പോഴല്ല, ഏറ്റവും മോശമായവനെ നന്നാക്കുമ്പോഴാ വാപ്പയാകുന്നത്. എഴുതി തള്ളലല്ലടോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളലല്ല. എടാ, ഈ നല്ലവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണ്ട. ഈ ഏറ്റവും മോശമായവനെയാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവനെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവനെയാണ് പരിഗണിക്കേണ്ടത്. മൂത്തവൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് അവൻ എഴുതി അങ്ങ് തള്ളും. പിന്നെ അവൻ തലതിരിഞ്ഞു പോകും, കള്ളുകുടിക്കനും കഞ്ചാവും കൊട്ടേഷൻ സംഘവുമായിട്ട് അവൻ നടക്കും. അവനെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാ. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, തന്റെ പൊന്നാര മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാത്ത രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ വളർത്തി. അങ്ങനെ വളർത്തണം ഒരു വാപ്പ, അങ്ങനെ ആയിരിക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നീതി പുലർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ.
അങ്ങനെ അങ്ങോട്ട് കൂടുതൽ കൊടുത്തു, അവന് കൂടുതൽ കൊടുത്തു, വീട് വിഹിതം വെച്ചപ്പോൾ അവന് ഇത്തിരി കൂടുതൽ. അങ്ങനല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും നീതി പുലർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാകട്ടെ. ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പട്ടാമ്പി ഭാഗത്തെങ്ങാണ്ടോ ഒരു സഹോദരൻ തൻ്റെ അനിയനെ കല്ല് തലക്കിടിച്ചു കൊന്നു. എന്തേ കാരണം? എന്നെക്കാളും സ്നേഹം അവനോട്, എന്നെക്കാളും സ്നേഹം അവനോട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ കിട്ടുമ്പോൾ മൂത്തവനെ കളയും. ഏതു മാതാവും പിതാവും ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഏറ്റവും ഇളയ മകനോട് വല്ലാത്ത സ്നേഹമാ, ഏറ്റവും ഇളയ മകനോട് വല്ലാത്ത സ്നേഹമാ. സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തേ? അള്ളാഹു നമുക്ക് ആദ്യം തന്നത് ഒന്നാമത്തെ മോനെയല്ലേ, അല്ലെങ്കിൽ ഒന്നാമത്തെ മോളെയല്ലേ? അവനെയല്ലേ അള്ളാഹ് ആദ്യം തന്നെ? അവനോടൊരു പ്രത്യേക സ്നേഹമുണ്ടാകണം. എല്ലാവരും ഏറ്റവും, എൻ്റെ വീട്ടിൽ തന്നെ ഞാനാണ് ഏറ്റവും ഇളയത്. എൻ്റെ ഉമ്മായിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമാണ്, എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് അള്ളാഹു തന്നത് ആദ്യം തന്ന നമ്മുടെ മകൻ മകൾ, അവരെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ, കാരണം ഇന്നത്തെ മക്കളുടെ ജീവിതം വളരെ മോശമായ ജീവിതം. നമ്മൾക്ക് തന്നെ പേടി, കൊലപാതകങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന, ഉമ്മമാരെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ കാലം. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും എഴുന്നേറ്റ് ഓടണ്ട. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണ് വരുന്നതെന്നറിയോ? 150ഓളം വരുന്ന യതീമായ മക്കൾക്ക് വേണ്ടിയാ. പടച്ചവനെ, യതീമായ മക്കൾ ആരുമില്ലടോ ആ പാവങ്ങൾക്ക്. ആ പാവങ്ങളായ യതീമായ 150 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഡിസംബർ 31 പാതിരാത്രിയിൽ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. വെറുതെയാകില്ല, നഷ്ടമാകില്ല. നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. എന്തെല്ലാം രോഗങ്ങളാണ്. ഇന്നലെ പടച്ചവനെ, ഒരു ചെറിയ മകനുമായിട്ടൊരു പിതാവിന്റെ അടുക്കൽ വന്നു. ഉസ്താദേ, എൻ്റെ മകന് ക്യാൻസർ ആയിരുന്നു. അല്ലാഹുവേ, ഒരുപാട് ചികിത്സ നടത്തി, ചെറിയ മാറ്റമുണ്ട്. എൻ്റെ പൊന്നുമോന് ചെറിയ മാറ്റമുണ്ട്. അല്ലാഹുവേ, ഞാൻ അവൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവനോട് ചോദിക്കുമ്പോ അവന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമാ. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇവൻ മൂത്രമൊഴിക്കുമ്പോ പടച്ചവനെ, അതിനകത്തുകൂടെ എന്തോ ഇങ്ങനെ പോവുകയാണ്. ശരീരത്തിലിരിക്കേണ്ട എന്തോ ഇങ്ങനെ പോകുന്നത് കാരണം വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോനൊരു ടെസ്റ്റ് പറഞ്ഞു. ഉസ്താദ്, എന്താ ടെസ്റ്റ് എന്നറിയോ? ആ പൊന്നുമകന്റെ മൂത്രനാളത്തിനകത്തുകൂടെ ഇങ്ങനെ പൈപ്പ് കുത്തിക്കേറ്റിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഉസ്താദേ. അത് മയക്കിയിട്ടല്ല, 3-4 പേര് കയ്യും കാലും പിടിച്ചിട്ടാണ് എൻ്റെ പൊന്നുമോനെ അത് ചെയ്തത്. വല്ലാത്ത വേദനയാ സഹോദരാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഇതുപോലെ ഒരുപാട് രോഗങ്ങൾ കേൾക്കുന്നവരാണ്. പെങ്ങളെ, നിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഇല്ല, അല്ലെങ്കിൽ കിഡ്നി രോഗികളില്ല, അല്ലെങ്കിൽ കരള് രോഗം പിടിച്ചവരില്ല, അല്ലെങ്കിൽ സ്റ്റോക്ക് പിടിച്ച് കിടക്കുന്നവരില്ല. പടച്ചവനെ, രോഗങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാ, അസ്സദഖത്തു റദ്ദുൽ ബലാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ, യതീമായ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇത് ഏത് ദിവസമെന്നറിയുമോ? ഈ രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, റജബുൻ ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. അല്ലാഹുവിന്റെ മാസമാണ് റജബ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് റജബ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ കാര്യം, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അങ്ങനെ വേണം മക്കളെ വളർത്താൻ. യാക്കൂബ് നബി അത്രത്തോളം സൂക്ഷ്മത പുലർത്തിയിട്ട് തൻ്റെ മക്കളെ വളർത്തിയിട്ടും മക്കൾക്കിടയിൽ വാശിയും വൈരാഗ്യമായി. കാരണം ഉമ്മയുടെ സംസാരം, വാപ്പയുടെ പെരുമാറ്റം മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനോട് വല്ലാത്ത സ്നേഹം ഇത്തിരി കൂടിപ്പോയി. ആ സ്നേഹം കൂടിയപ്പോ അവർക്ക് ശത്രുതയായി. അവര് തന്നെ പറയുന്നുണ്ട്, ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പയ്ക്ക് നമ്മളോട് സ്നേഹമില്ലാതെ ആയത്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാപ്പയെ കുറിച്ച് ഖുർആൻ പറയുന്നു, 3 മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കൾ തന്റെ പൊന്നാര തവിടുന്ന് തന്റെ യാക്കൂബ് നബിയുടെ മക്കൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി കളിക്കാൻ എന്ന രീതിയിൽ ഉപ്പന്റെ അടുക്കയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയിട്ട് അവസാനമായി യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോനെ പൊട്ടക്കിണറ്റിലിട്ടവർ കൊല്ലാൻ ശ്രമിച്ചു. അല്ലാഹുവേ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അവിടെ നിന്ന് കൊണ്ടുപോയി പടച്ചവനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുകയാ. കാരണം എന്തായിരുന്നെന്നറിയോ? ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് വാപ്പയ്ക്ക് നമ്മളോട് സ്നേഹമില്ലാതെ പോയത്. ഇവനാണ് എപ്പോഴും ഉപ്പയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത് ഇവനാണ്. പടച്ചവനെ അതാ യൂസുഫിനെ കൊണ്ടുപോയി, ചെറിയ കുഞ്ഞാണ്, അതിനെ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുകയാ, റബ്ബേ, യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അവര് രാത്രിയിലാണ് മടങ്ങി വരുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാക്കൂബ് നബിയുടെ മക്കൾ കടന്നു വരുന്നത് രാത്രിയിലാണ്. ഖുർആൻ പറയുകയാ, യൂസുഫ് നബിയുടെ മക്കളതാ യാക്കൂബ് നബിയുടെ മക്കൾ പാതിരാത്രിയിലാണ് കടന്നു വരുന്നത്. വജാഊഹും അബാഉം ഇശാഅൻ യബ്കൂൻ, രാത്രിയിലാണ് കരഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞ് കൊന്നിട്ട് പടച്ചവനെ കൊന്നു മരിച്ചു എന്ന ധാരണയിൽ അവര് രാത്രിയിലാണ് കടന്നു വന്നത്. പടച്ചവനെ, രാത്രിയുടെ പ്രത്യേകത എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റു ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് രാത്രിയിലാണ്. ജനങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് രാത്രിയിലാണ്. ആ സമയത്താണ് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നത്. റബ്ബേ, പകലു മാന്യന്മാരാണ്, ഇരുട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരികയാണ്. അല്ലാ, പടച്ചവനെ, പകല് നമ്മൾ നായ കാണാറുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന നായ ഞാനും നിങ്ങളും കാണാറുണ്ടല്ലോ. അത് പകല് ശാന്തമാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞാ അല്ലാഹുവേ, റോഡിലൂടെ ബൈക്കിൽ പോകുന്നവന്റെ പുറകെ ഓടുകയാ, കുരച്ചു ചാടുകയാ, ഉപദ്രവിക്കാൻ നോക്കുകയാ. പടച്ചവനെ, രാത്രിയായാൽ സ്വഭാവം മാറുകയാ. എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? ലാ തുർസിലൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വൈകുന്നേരമായാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തു വിടരുത്, നിങ്ങളുടെ കുട്ടികളെ പുറത്തു വിടരുത്, പെണ്ണുങ്ങൾ പുറത്തു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയമായ മഗ്രിബിന്റെ സമയത്ത് നിന്റെ കുട്ടികളെ നീ പുറത്തു വിടരുത്. വൈകുന്നേര സമയത്ത്, മഗ്രിബിന്റെയൊക്കെ സമയം വൈകുന്നേരം രാത്രിയായ കൊച്ചുകുട്ടികളെ പുറത്തു വിടരുത്, പെൺകുട്ടികളെ പുറത്തു പോകരുത്. പണ്ടുള്ള പ്രായമായ ഉമ്മമാര് പറയുമായിരുന്നു. എന്നാ ഇന്ന് പടച്ചവനെ വൈകുന്നേരമാകുമ്പോ പുറത്തേക്ക് ഇറങ്ങുകയാ, രാത്രി മുഴുവനും ഇങ്ങനെ നടക്കുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാ. പടച്ചവനെ, പാതിരാത്രി വീട്ടിൽ കയറി വന്ന് മക്കള് വിളിക്കുമ്പോ ഉമ്മാനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് പൊന്നുമകന്റെ കയ്യിൽ താക്കോല് കൊടുത്തിരിക്കുകയാ. എപ്പോ വേണമെങ്കിലും വന്ന് തുറന്നു കയറി കിടന്നോ, ഇന്ന് അടിച്ചു വിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും ഇന്ന് രാത്രിയിലാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അല്ലാഹുവേ, ഡിസംബർ 31 എവിടെ വാപ്പാ നിന്റെ പൊന്നുമോൻ എവിടെ? പലരും എറണാകുളത്ത് പോയിരിക്കുകയാ, പലരും ഗാനമേള കേൾക്കാൻ പോയിരിക്കുകയാ, പലരും വയനാട് ചുരം കയറിയിട്ട് വേടന്റെ പാട്ട് കേൾക്കാൻ പോയിരിക്കുകയാ. അല്ലാഹുവേ, അടിച്ചു പൊളിച്ച് നടക്കുന്നു. വാപ്പാ, നിന്നെ ഏൽപ്പിച്ച അമാനത്തല്ലേ നിന്റെ മോന്, നീ വാഴ്ത കേൾക്കാമെന്നോ? പെങ്ങളെ, നീ വാഴ്ത കേൾക്കാമെന്നോ? നിന്റെ പൊന്നുമോനെവിടെ? ഉപ്പാ,
അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മോന്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ മോന്, അവനെ കുറിച്ച് അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവേ, സ്വന്തം മക്കളെ തെറ്റു ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്. പടച്ചവനെ, വാപ്പ അറിയണ്ടടാ, വാപ്പാനെ ഉണർത്തണ്ട, വഴക്കു പറയുമെന്ന് പറഞ്ഞിട്ട് മക്കളെ തെറ്റ് ചെയ്യാൻ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവസാനം കണ്ണുനീരാ പെങ്ങള്. അതുകൊണ്ട് പടച്ചവന്, ഈ സദസ്സിലിരിക്കുന്ന ഈ പ്രായമുള്ളവർക്കൊക്കെ ഒരു കാലമുണ്ടായിരുന്നു, 10 മണിക്ക് ശേഷം വീടിന്റെ പുറത്തു പോകണമെങ്കിൽ വഅദ് വരണമായിരുന്നു. നമുക്കൊക്കെ ഒരു കാലുണ്ട്. എടോ, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസ് ഇറങ്ങും. തെറ്റുകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് രാത്രി ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പകല് നായ കാണാറുണ്ട്, മിണ്ടാതെ കിടക്കും. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ബൈക്കിൽ കൂടെ പോകാൻ പറ്റുമോ, പാഞ്ഞെടുക്കും. വല്ലാത്ത ഒരു സ്വഭാവം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ, പകല് മുഴുവൻ ഉറങ്ങും, രാത്രി പുറത്തിറങ്ങും. പണ്ടുള്ളവർ പറയും വൈകുന്നേര സമയത്ത് പുറത്തിറങ്ങരുത് എന്ന്. അത് നബിതങ്ങളുടെ ഹദീസ. ഈ പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയും വൈകുന്നേര സമയത്ത് വീട് മഗ്‌രിബാകുമ്പോഴത്തേക്ക് വാരിക്കെട്ടി ഇറങ്ങും. പിന്നെ 2 മണി 3 മണിക്കാ തിരിച്ചു വരിക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കള് അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. പാപ്പ, നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ പലരും പറയുന്ന കാര്യം, ഉസ്താദ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കൂല, എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല പാപ്പ? ഇന്നും ഒരു പിതാവ്, ഞാൻ വല്ലാതെ സങ്കടം, എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് എൻ്റെ മോൻ +1 പഠിക്കുന്നത്, പറഞ്ഞിട്ട് അനുസരിക്കണില്ല ഉസ്താദ്. ചെറിയൊരു മോനായിരുന്നു, കുഴപ്പമില്ല, അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എനിക്ക് സങ്കടം തോന്നി. കാരണം എന്തേ? ഇന്നവന്റെ പിതാവ് അത് എൻ്റെ അടുക്ക പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം എന്തേ? എൻ്റെ വഅദ് കേട്ടിട്ട് അവൻ ഹാഫിളായവനാ. അതാ സങ്കടം. എൻ്റെ വഅദ് കേട്ടിട്ട് ഖുർആൻ പഠിച്ച ഹാഫിളായവനാ. അവനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉപ്പ പറയുന്നു, എന്തേ ഉസ്താദ് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യാനാ? അള്ളാഹു പൊന്നുമോനെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ പുറത്തിറങ്ങുന്ന, രാത്രി ഉറങ്ങാനുള്ള സമയമല്ലേ? രാത്രിയിലെ യാത്ര പോലും സൂക്ഷിക്കണമെന്ന നബിതങ്ങൾ പറഞ്ഞത്. രാത്രിയിലെ യാത്രയെക്കുറിച്ച് ഇപ്പൊ എല്ലാവരും പറയുന്ന പകല് മുഴുവനും ബ്ലോക്കാ, രാത്രി അങ്ങ് യാത്ര ചെയ്തേക്കാം, എളുപ്പം പോകാമല്ലോ. ഒരു മനുഷ്യൻ രാത്രിയിലെ യാത്രയെക്കുറിച്ച്, യാത്രയിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവന് വീടിന് പുറത്തിറങ്ങൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാർ നോക്കിക്കേ, വാപ്പ വീട്ടിൽ കിടന്നുറങ്ങും, ഉമ്മ വീട്ടിൽ കിടന്നുറങ്ങും. ചെറുപ്പക്കാർ 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾ എവിടെ നോക്കിയാലും കാണാം. എന്ന് നമ്മളൊക്കെ നോക്കിക്കേ, ഒരു റമദാൻ മാസം വരണം, 10 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങണമെങ്കിൽ, നാട്ടിലൊരു വയല് വെക്കണം, എങ്കിലേ നമ്മൾ പുറത്തിറങ്ങത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാത്രി ഈ പുറത്തു നടക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. ഉമ്മമാര് വളരെ ശ്രദ്ധിക്കണം. മക്കളെ നേരത്തെ കാലത്ത് വീടിൻ്റെ അകത്ത് കയറ്റാൻ നോക്കണം. ഇതൊരു വാപ്പ ഒരു കുറച്ചൊക്കെ കുറച്ചുകൂടൊക്കെ ഒന്ന് മക്കൾക്ക് വേണ്ടി സംസാരിക്കണം. അവരെ നന്നാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാതെ ഉപദേശം നോക്കി പറഞ്ഞില്ല അവനെ വിട്ടുകളയലല്ല വാപ്പ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തൻ്റെ കൂടപ്പുറപ്പിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് അവർ രാത്രിയിലാണ് വാപ്പാൻ്റെ അടുക്കൽ വരുന്നത്. പാതിരാത്രിയാ വന്നേ. ആ പാതിരാത്രി കരഞ്ഞുകൊണ്ട് വന്നിട്ട് ആ ഉപ്പാനോട് പറയുന്നത്, പടച്ചോനെ ചെന്നായി പിടിച്ചു കൊണ്ടുപോയി വാപ്പ എന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാത്രി നമ്മൾ വളരെ സൂക്ഷിക്കണം. മക്കളെ പുറത്തുവിടാൻ പാടില്ല, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തുവിടുക. യാക്കൂബ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന 5ാമത്തെ കാര്യം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവർ, യാക്കൂബ് നബി അലൈഹിസ്സലാം വീട്ടിൽ വലിയ പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരിയെക്കുറിച്ച് കേട്ടപ്പോൾ തൻ്റെ മക്കളെ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് സഹായത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിടുകയാ. ആ പറഞ്ഞു വിടുന്ന സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞ ഒരു വലിയ ഉപദേശമുണ്ട്. ഇന്നത്തെ മാതാപിതാക്കൾ കേൾക്കണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നാര മകളെ പറഞ്ഞു വിടുമ്പോ, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിലേക്ക് തൻ്റെ പൊന്നുമക്കളെ പറഞ്ഞു വിടുമ്പോ, അവർക്ക് യാക്കൂബ് നബി കൊടുത്ത ഒരു ഉപദേശം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇനി അങ്ങോട്ട് നല്ലതുപോലെ കേൾക്കണേ. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കള് നല്ലതുപോലെ കേൾക്കണേ. യാക്കൂബ് നബി ഈജിപ്തിലേക്ക്, രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് പറയുകയാ,
മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ എല്ലാവരും കയറിപ്പോകരുത്. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോകരുത്. പല പല വാതിലുകളിലൂടെ വേണം കയറിപ്പോകാൻ. എന്തിനാ പറഞ്ഞതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ എല്ലാവരും കൂടെ നിരന്ന് ഒരേ വാതിലിലൂടെ കയറി പോകരുത്. പല പല വാതിലുകളിലൂടെ വേണം കയറി പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണമെന്നറിയോ? എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോയാൽ ഒരുപോലെ ഇരിക്കുന്ന കുറേ മക്കള് പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നാ പല പല വാതിലിലൂടെ കയറിപ്പോയാൽ അത് ശ്രദ്ധിക്കില്ലല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ച് 5 മക്കളും അല്ലെങ്കിൽ 6 മക്കളും ഒരുമിച്ച് നിരന്നു പോയാൽ നോക്കുമല്ലോ ഒരുപോലെ ഇരിക്കുന്ന 5 എണ്ണങ്ങൾ. എന്നാൽ പല പല വാതിലിലൂടെ കയറിപ്പോയാ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു വിടാനുള്ള കാരണം? മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, കണ്ണ് തട്ടുമെന്നുള്ള ഭയമാ, കണ്ണേറ് കിട്ടുമെന്നുള്ള പേടി കാരണം എല്ലാ മക്കളും ഒന്നുപോലെ ഇരിക്കുന്ന വെളുത്തു തുടുത്ത് സുന്ദരന്മാരായിരിക്കുന്ന മക്കൾ ഇങ്ങനെ നിരന്ന് കയറി പോകുമ്പോ അല്ലാഹുവേ, തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞു വേറെ വേറെ വാതിലിലൂടെ കയറി പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 2026 സ്വീകരിക്കാനിരിക്കുന്ന പെങ്ങള്, മോളെ കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ. ഒരു വീട് വെച്ചാ ആ വീടിന്റെ സർവ്വ വീഡിയോയും സ്റ്റാറ്റസ് ഇടുന്ന പെങ്ങള്, ഒരു വണ്ടി എടുത്താ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം മക്കൾക്ക് 10 A+ കിട്ടിയ ഫ്ലെക്സ് അടിച്ച റോഡിന്റെ സൈഡിൽ വെക്കുന്ന മുസ്ലിമേ, കണ്ണിനെ കുറിച്ച് പഠിക്കണേ. അൽ ഐനു സലാസ്, കണ്ണ് 3 രീതിയിലാ, പഠിക്കണേ. അല്ലാഹുവേ, കണ്ണ് 3 രീതിയിലാണ്. ഒന്നാമത്തെ കണ്ണേതെന്നറിയോ? അൽ ഐനുൽ ഹാസിദ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണീർ സത്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങളുടെ ഹദീസ് തന്നെ ഉണ്ട്, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എടാ, നീയും നിന്റെ കുടുംബവും നിനക്കൊരു വീട് വെച്ചു. നീ വീട് വെച്ചിട്ട് അത് 40 പേരെ കാണിക്കാൻ സ്റ്റാറ്റസ് ഇടും. നിന്റെ വീട്, ഉള്ള്, ബെഡ്റൂം, അടുക്കള, ബാത്റൂം, സർവ്വതും നാട്ടുകാർ കാണണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാനുള്ളതല്ല. നീ ഒരു വാഹനം എടുത്തു, നീ എന്തിനു നാട്ടുകാരെ അറിയിക്കണം? നീ ഊട്ടി പോയി അപ്പം തന്നെ അവിടെ പോയി നിന്ന് പോസ്റ്റ് ഇടും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇങ്ങനെ കാണിച്ചെടുക്ക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ കുറിച്ച് പഠിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾ പറയുന്നു 3 രീതിയിലാണ് കണ്ണുള്ളത്. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസൂയയുടെ കണ്ണ്. നിനക്കൊരു വീടുണ്ട്, അല്ലാഹുവേ എനിക്കും അതുപോലെ ഒരു വീട് തരണമെന്നല്ല ആഗ്രഹിക്കുന്നേ, അത് നശിച്ചു പോണേന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ആഗ്രഹം പടച്ചവനെ, നിനക്കൊരു വാഹനമുണ്ട്, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട്, അല്ലാഹു എനിക്കൂടെ തരണേ അല്ല എന്നല്ല. അവൻ്റെത് പോയി അവൻ എത്തീങ്ങാനയിലാകണം, അവന്റെ വീട് പോകണം, അവന്റെ വീട്ടിൽ എല്ലാം നശിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു രീതി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ആ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരികയാണ്.
നിന്റത് നശിച്ചു പോകണേ എന്ന് ആഗ്രഹിക്കുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുർആൻ പറയുകയാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്താണ് പാരായണം ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാത്ത്. ഖുർആൻ പറയുകയാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പടച്ചവനെ, ഖുർആനിന്റെ 113 14 സൂറത്തുകൾ അതിനകത്ത് അല്ലാഹു കാവൽ ചോദിക്കാൻ പറയുന്നല്ലോ. പടച്ചവനെ, കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആൻ പറഞ്ഞ ഒരു ആയത്തേതാ? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതിനകത്ത് പടച്ചവനെ ഖുർആൻ പറയുന്ന ഈ ആയത്ത് പാരായണം ചെയ്യാൻ രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനിൻ മുഅ്ജബ്, അത്ഭുതം. പടച്ചവനെ, അത്ഭുതം. എല്ലാവരും അത്ഭുതത്തോടു കൂടി കാണുകയാണ്. മനോഹരമായ ഒരു വീട്, മനോഹരമായ ഒരു വീട്, നല്ല ഒരു വാഹനം. ഇങ്ങനെ പടച്ചവനെ അത്ഭുതത്തോടു കൂടി പറയുന്ന കണ്ണിനെ പേടിക്കണമടോ, ആ കണ്ണിനെ സൂക്ഷിക്കണമടോ. അതിന് അതാ ഒരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ. സ്റ്റാറ്റസ് ഇടുന്നവർ, ഫോട്ടോ ഷെയർ ചെയ്യുന്നവർ, സ്വന്തം മക്കളുടെ ഫോട്ടോ വരെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കണേ, നബിതങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അതാ പടച്ചവനെ, അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോകുമ്പോ അതാ ജഹഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ക്ഷീണം കാരണം നബിതങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുകയാണ്. അല്പം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സുന്ദരനായ കാണാൻ അഴകുള്ള സൗന്ദര്യമുള്ള സഹൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോവുകയാ. കേൾക്കണേ ചെറുപ്പക്കാരാ, നബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാണ്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോകുമ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹൽ തങ്ങളുടെ ശരീരം കാണുകയാണ്. ആദ്യമായിട്ടാണ് സഹൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ അല്ലാഹുവേ ചുമന്നു തുടുത്തിരുന്ന ശരീരം ഇങ്ങനെ കാണുന്നത്. അത് കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വല്ലാഹി മാ റഅയ്തുമുൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുവരെ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് വൈരാഗ്യത്തോടെ പറഞ്ഞതല്ല, അസൂയ വെച്ച് പറഞ്ഞതല്ല. ആമിർ തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അത്ഭുതത്തോടെ പറഞ്ഞതാ. പറഞ്ഞു തീരേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, സഹൽ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാ. സഹൽ റളിയല്ലാഹു തആല അൻഹു ജുഹഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിതങ്ങളും സഹാബത്തും അവിടെ താമസത്തിന് വേണ്ടി റെസ്റ്റ് എടുക്കുമ്പോൾ ഈ സഹാബി തൻ്റെ വസ്ത്രം ഒന്നൂരി, കമീസ് ഒന്നൂരി. ഇത് ഊരിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ സത്യം, എന്തൊരു ശരീരമായത്, ഇതൊരു ബോഡിയാന്നൊക്കെ പറയില്ലേ. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞതും സുബ്ഹാനല്ലാഹ്, ദാ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.